ഈ റൊട്ടിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ ധാന്യത്തിനും കഥ പറയാം. ഉത്തരേന്ത്യയിൽ ബാജറ ധാന്യത്തിൻ്റെ വിളവെടുപ്പ് കാലമാണിപ്പോൾ. നോക്കെത്താ ദൂരത്തോളം കൃഷിയിടങ്ങളിലെല്ലാം ബാജറ വിളഞ്ഞു നിൽക്കുന്നു. ഒരാൾ പൊക്കമുള്ള ചെടികളിൽ ചോളം കണക്കായി കാണുന്നതാണ് ബാജറ. പുറം തൊലിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ഭക്ഷ്യയോഗ്യമായ ഭാഗം. തീയിൽ അല്പസമയം കാണിച്ച് ചൂടാക്കിയെടുത്ത ശേഷം ബാജറയുടെ തണ്ടുപയോഗിച്ച് ധാന്യങ്ങൾ ഇങ്ങനെ അനായാസം നമുക്ക് തന്നെ അടർത്തിയെടുക്കാനാകും. കർഷകർക്ക് ഇതിന് മെഷീനറി സംവിധാനങ്ങളുമുണ്ട്. രണ്ടു തരം ധാന്യങ്ങളാണ് പൊതുവെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ റൊട്ടിയുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഗോതമ്പും ബാജറയും രണ്ടു കാലാവസ്ഥകളിലാണ് വിളവെടുക്കുന്നത്. ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഈ പാത്രങ്ങളിൽ ഗോതമ്പ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടേക്കാണ് പുതുതായി വിളവെടുത്ത ബാജറ എത്തുന്നത്. തണുപ്പുകാലത്താണ് ബാജറ റൊട്ടി ഗ്രാമങ്ങളിൽ രംഗപ്രവേശം ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. ചൂടുകാലത്ത് വിളവെടുത്ത് തണുപ്പുകാലത്തേക്ക് ബാജറ ധാന്യം ഈ പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഗ്രാമീണരുടെ പതിവ്. ശരീരത്തിനകം ചൂടാക്കി നിർത്താൻ ബാജറ റൊട്ടിക്ക് സാധിക്കുമെന്നതാണ് കാരണം. വിളവെടുപ്പിൻ്റെ ആദ്യ ദിവസം ഗ്രാമങ്ങളിൽ ആഘോഷമാണ്. ആദ്യ വിളകളിൽ നിന്ന് അല്പം അന്നു തന്നെ റൊട്ടിയാക്കി കഴിക്കുന്ന ചെറിയ ചടങ്ങുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരിക്കലും മടുക്കാത്ത ഗ്രാമീണ കാഴ്ചകളിൽ ആദ്യത്തേത് റൊട്ടി പരത്തി ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. അതൊന്ന് നമുക്ക് വിശദമായി കാണാം. വീട്ടിലെ തന്നെ ഫ്ലോർ മിൽ മെഷീനിൽ ധാന്യം പൊടിച്ചെടുക്കുന്നു. മാവിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ച് പരുവപ്പെടുത്തുന്നു. ഭംഗിയായി പരത്തുന്നു. മുറ്റത്തെ മണ്ണടുപ്പിൽ ചുട്ടെടുക്കുന്നു. ശേഷം അടുപ്പിലെ കനലിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്നു. ആഹാ, റൊട്ടി അല്പം ബട്ടർ ചേർത്ത് കഴിക്കുന്നതാണ് രീതി. ഇത്തിരി ശർക്കര കൂടി ഉണ്ടെങ്കിൽ കെങ്കേമം. പോഷക സമൃദ്ധവും ഫൈബർ പ്രോട്ടീനുകൾ കൊണ്ട് സമ്പന്നവുമാണ് ബാജറ. ദഹന പ്രക്രിയ സുഗമമാക്കാനും ഹൃദയാരോഗ്യത്തിനും പ്രമേഹ രോഗികൾക്കും ഇത് ഉത്തമമാണ്. ബാജറ ചുട്ടെടുത്ത് ചോളം പോലെ കഴിക്കുന്ന രീതിയുമുണ്ട് ഗ്രാമങ്ങളിൽ. തണുപ്പുകാലത്താണ് പക്ഷേ ഈ കാഴ്ചകൾ ഗ്രാമങ്ങളിൽ നിറയുക. ശരിയായ ഉറക്കം, കൃത്യമായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, മൂന്നും നമ്മുടെ ശരീരത്തിന് വളരെ അനിവാര്യമാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വീണ്ടും കാണാം.